നമ്മുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നു ഗ്രാന്റ് ഇൻ എയ്ഡ്, കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഗ്രാന്റ് ഇൻ എയ്ഡ് എന്ന് പറയുന്നത് ഔദാര്യമല്ല, സംസ്ഥാനങ്ങളുടെ അവകാശമാണ്. ശരിയാണ്, അത് സംസ്ഥാനങ്ങളുടെ അവകാശം തന്നെയാണ്. ആ ആർട്ടിക്കിൾ, അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ 275 ആർട്ടിക്കിൾ പ്രകാരമാണ് ഇത് സംസ്ഥാനങ്ങളുടെ അവകാശമായി മാറുന്നത്. അതായത് സെൻട്രൽ പൂൾ എങ്ങനെയാണ് സംസ്ഥാനങ്ങളിലേക്ക് പങ്കിടുന്നത്? 2 തരത്തിലാണ് പ്രധാനമായും സെൻട്രൽ പൂളിൽ നിന്ന്. അതായത് എന്താണ് സെൻട്രൽ പൂൾ എന്ന് പറയുന്നത്? സെൻട്രൽ ഗവൺമെന്റ് പൂൾ ചെയ്യുന്ന വരുമാനം. ഏത് വരുമാനമാണ് സെൻട്രൽ ഗവൺമെന്റ് പൂൾ ചെയ്യുന്നത് സംസ്ഥാനങ്ങളിലേക്ക് വിതരണം ചെയ്യാനായിട്ട്? അതായത് പേഴ്സണൽ ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ്. ഈ 4 പ്രധാനപ്പെട്ട മാർഗങ്ങളാണ് സെൻട്രൽ പൂളായി പരിണമിക്കുന്നത്. ഇവ മാത്രം, ഇത് കൂടാതെ വേറെ ചില ചെറിയ വരുമാന മാർഗങ്ങളുണ്ട്. അത് നമുക്ക് ഇപ്പൊ പ്രത്യേകിച്ച് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. ഉദാഹരണം മേജർ റോയൽറ്റി, അങ്ങനെ പലത്, അതായത് നികുതിയേതര വരുമാനത്തിൽ വരുന്നവ അതുകൊണ്ട് ഇതിന്റെ കൂടെ. പക്ഷെ ഇതെല്ലാം കൂടി ചേർന്ന് പൂൾ ചെയ്യുന്ന ആ സംഭവത്തിൽ നിന്നാണ് ഗ്രാന്റ് ഇൻ എയ്ഡ്. അത് എങ്ങനെയാണ് സംസ്ഥാനങ്ങളിലേക്ക് എത്തുന്നത്? ഒന്ന്, ടാക്സ് വിഹിതമായി. അത് ഫിനാൻസ് കമ്മീഷനാണ് ടാക്സ് വിഹിതം എത്രയെന്ന് തീരുമാനിക്കുന്നത്. പിന്നെ രണ്ടാമത്തേത് ഗ്രാന്റ് ഇൻ എയ്ഡ്. അതും ഈ ആർട്ടിക്കിൾ 275, കോൺസ്റ്റിറ്റ്യൂഷന്റെ 275 ആർട്ടിക്കിൾ അനുസരിച്ചാണ് എത്രയാണ് ഗ്രാന്റ് ഇൻ എയ്ഡ്, എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനം ആകുന്നത് ഫിനാൻസ് കമ്മീഷന്റെയും കൂടി അഭിപ്രായത്തോടു കൂടി. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന ഗ്രാന്റ് ആണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള അവകാശമാണ്, കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇപ്പൊ ഈ കഴിഞ്ഞ ബജറ്റിലെ കാര്യം തന്നെ നമുക്ക് നോക്കാം. അതായത് ബജറ്റ് എസ്റ്റിമേറ്റ് 2023-24 ബജറ്റ് എസ്റ്റിമേറ്റില് കേന്ദ്രം കേരളത്തിന് തരും എന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിരുന്ന ബജറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പോൾ ബജറ്റിൽ പ്രതീക്ഷിക്കുന്ന തുക, ഗ്രാന്റ് ഇൻ എയ്ഡ് ആയിട്ട് കേരളം പ്രതീക്ഷിച്ച തുക എത്ര കോടിയായിരുന്നു? 15,866.03 crore. 15,866.03 കോടിയായിരുന്നു ഗ്രാന്റ് ഇൻ എയ്ഡ് ആയിട്ട് നമുക്ക് കിട്ടുമെന്ന് 2023-24 ബജറ്റിൽ പറഞ്ഞിരുന്നത്. ഇപ്പൊ നമ്മൾ 2024-25 ബജറ്റ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ 24-25 ബജറ്റിൽ എന്താണ് റീ എസ്റ്റിമേറ്റ് ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ എന്തുമാത്രം കിട്ടി എന്തുമാത്രം കിട്ടിയില്ല എന്നറിയിക്കുന്ന റീ എസ്റ്റിമേറ്റ് ഉണ്ട്. ഈ ബജറ്റ് നോക്കും, ഈ വർഷത്തെ ബജറ്റ് ഡോക്യുമെന്റ് എടുക്കുമ്പോൾ അതിനകത്ത് കഴിഞ്ഞ വർഷം പ്രതീക്ഷിച്ചത്ര കിട്ടിയോ കിട്ടിയില്ലയോ എന്നത് പറയുന്നതാണ് ആ റീ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അപ്പൊ എന്താണ് റീ എസ്റ്റിമേറ്റ് ആയിട്ട് ഈ പ്രാവശ്യത്തെ ബജറ്റ് ഡോക്യുമെന്റ് എടുത്താൽ കാണുന്നത്? 11,660 കോടി 60.20 കോടി 11,660.20 കോടിയാണ് റീ എസ്റ്റിമേറ്റിൽ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഗ്രാന്റ് ഇൻ എയ്ഡ് ആയിട്ട് കേരളം പ്രതീക്ഷിച്ചിരുന്ന എമൗണ്ടിൽ നിന്ന് 4,206 കോടി കുറഞ്ഞു പോയി എന്നർത്ഥം. അതായത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടിയിരുന്ന ഗ്രാന്റിന്റെ 4,206 കോടി കിട്ടിയിട്ടില്ല കഴിഞ്ഞ ധനവർഷം, അഥവാ ഇപ്പൊ തീരാൻ പോകുന്ന ധനവർഷം എന്നർത്ഥം. അപ്പൊ അത് ആ കോണ്ടെക്സ്റ്റിലാണ് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഗ്രാന്റ് ഇൻ എയ്ഡ് എന്ന് പറയുന്നത് ഔദാര്യമല്ല, അവകാശമാണെന്ന്. അപ്പൊ എന്തുകൊണ്ടാണ് കേന്ദ്രം ഇങ്ങനെ ഈ അവകാശം നിഷേധിക്കുന്നത്? ഇത് തീർച്ചയായിട്ടും സുപ്രീം കോടതിയിൽ പോകേണ്ട ഒരു കാര്യമല്ലേ? നമുക്ക് അതിലേക്ക് വെളിച്ചം വീശുന്ന ചില കാര്യങ്ങൾ ഒന്ന് കണക്കിലെടുക്കാം. അതായത് കഴിഞ്ഞ വർഷം സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ടിയിരുന്ന ഗ്രാന്റ് ഇൻ എയ്ഡ് 816 കോടിയായിരുന്നു. അത് 3 ഗഡുക്കളായിട്ടാണ് ഈ ഗ്രാന്റ് ഇൻ എയ്ഡ്, ഒന്നിച്ചല്ല കൊടുക്കുക, പല ഗഡുക്കളായിട്ടാണ് കൊടുക്കുക. ആദ്യ ഗഡു 212 കോടി. ഈ 816 കോടിയിൽ ആദ്യ ഗഡു 212 കോടി സംസ്ഥാന ഗവൺമെന്റിലേക്ക് നൽകുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ്. പക്ഷേ ഇപ്പോൾ ഈ പ്ലാൻ ഫണ്ട് യൂട്ടിലൈസേഷൻ ഒക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ മനസ്സിലാക്കുന്നത്, അഥവാ പുറത്തു വന്നത്, ആ പ്ലാൻ തദ്ദേശ സ്വയംഭരണങ്ങൾക്ക് വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റിന് കിട്ടിയ ഗ്രാന്റ് ഇൻ എയ്ഡ് 212 കോടിയിൽ 1 രൂപ പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കൈമാറിയിട്ടില്ല എന്നാണ്. അപ്പൊ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
ഗ്രാന്റ് ഇൻ എയ്ഡിന്റെ ആദ്യ ഗഡു കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തെത്തി. പക്ഷെ അത് സംസ്ഥാന ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറിയില്ല. അപ്പോൾ എപ്പോഴാണ് രണ്ടാമത്തെ ഗഡു കിട്ടുക? ആദ്യ ഗഡു കിട്ടിയത് യൂട്ടിലൈസ് ചെയ്ത് അതിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കേന്ദ്രത്തിൽ എത്തണം. അപ്പോഴാണ് കേന്ദ്ര ഗവൺമെന്റ് രണ്ടാമത്തെ ഗഡു റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഗഡു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പോലും എത്തിയിട്ടില്ല എന്ന് വെച്ചാൽ ആ ഫണ്ട് വകമാറ്റി ചെലവഴിക്കുകയോ മറ്റേതെങ്കിലും തരത്തില്, അതായത് എന്ന് വെച്ചാല് ഉദ്ദേശിച്ച രംഗത്ത് ഉദ്ദേശിച്ച പദ്ധതിക്ക് വേണ്ടി അത് ചെലവഴിച്ചിട്ടില്ല എന്നർത്ഥം. എന്തിനാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ ഫണ്ട് നൽകിയ ആവശ്യത്തിന് വേണ്ടി തന്നെ ചെലവഴിച്ച് അതിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ ബാക്കി തുക അനുവദിക്കൂ, രണ്ടാം ഗഡു അനുവദിക്കൂ, മൂന്നാം ഗഡു അനുവദിക്കൂ എന്നൊക്കെ കർശനമായ നിലപാടെടുക്കുന്നത്? തീർച്ചയായിട്ടും അത് വകമാറ്റി ചെലവഴിക്കാതിരിക്കാനാണ്. ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടി ചെലവഴിച്ച് അതിന്റെ പ്രയോജനം സൃഷ്ടിക്കുവാനാണ്. അപ്പൊ അങ്ങനെ ചെയ്യാത്ത ഒരു ഗവൺമെന്റ് ആണ് പറയുന്നത് ഗ്രാന്റ് ഇൻ എയ്ഡ് എന്ന് പറയുന്നത് അവകാശമാണ്, ഔദാര്യമല്ല എന്ന്. ആരും പറയുന്നില്ല ഇത് അവകാശമല്ലെന്ന്. പക്ഷേ അവകാശങ്ങൾ കയ്യിൽ കിട്ടിയാൽ അത് തോന്നുംപടി ചെലവഴിക്കുകയല്ല വേണ്ടത്. അത് എന്തിനു വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നുവോ ആ നിർദ്ദിഷ്ട കാര്യത്തിന് വേണ്ടി തന്നെ ചെലവഴിക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് ആ മേഖലയിൽ വികസനം ഉണ്ടാകുന്നത്. അതല്ലാതെ വകുപ്പ് മാറ്റി ചെലവഴിച്ചാല് ഇപ്പോൾ നമ്മൾ കേരള സംസ്ഥാനത്ത് കാണുന്നത് പോലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും മറ്റതുപോലുള്ള ഏത് മേഖല എടുത്താലും അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ വികൃതമായ വികസന രൂപങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നു ചേരുന്നത് ഈ പറയപ്പെട്ട യൂട്ടിലൈസേഷൻ, അതായത് വേണ്ട പോലെ ചെലവഴിക്കാതെ വകമാറ്റി ചെലവഴിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ തിക്തഫലമാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗവൺമെന്റ് കേന്ദ്രത്തോട് ഇത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. നമ്മുടെ അവകാശപ്പെട്ട നമ്മൾ വാങ്ങുക, ഗ്രാന്റ് നമ്മൾ വാങ്ങുക, അത് വേണ്ടിടത്ത് നിർദ്ദിഷ്ടമായ രീതിയിൽ തന്നെ ചെലവഴിക്കുക. ആ ചെലവഴിച്ച സർട്ടിഫിക്കറ്റ് കേന്ദ്രത്തിൽ എത്തിച്ച് അതിന്റെ അടുത്ത ഗഡു വാങ്ങിക്കുക. അങ്ങനെ വാങ്ങിക്കാത്തതിന്റെ പാകപ്പിഴകളാണ് നമ്മുടെ കർഷകര് അവരുടെ നെല്ല് സംഭരിച്ചതിന്റെ വില അവർക്ക് കിട്ടുന്നില്ല. അത് പാഡി റെസീറ്റ് വഴി ഒക്കെ കൊടുക്കുന്നു എന്ന് പറയുന്നു. അത് അവരുടെ ക്രെഡിറ്റ് റേറ്റിംഗും താഴ്ന്ന ക്രെഡിറ്റ് റേറ്റിംഗ് അങ്ങനെ പല പ്രശ്നങ്ങളുമായിട്ട് അവരത് തൂക്കുകയറായിട്ട് ഉപയോഗിച്ച് മരിക്കേണ്ടി വരുന്നു. അത്തരം ഒരു അവസ്ഥയിലേക്ക് കർഷകരെ തള്ളിവിടുന്നത് പോലെ തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റ് സ്വയം ലഭിക്കേണ്ടിയിരുന്ന ഗ്രാന്റ് കിട്ടാത്ത രീതി, അതായത് കിട്ടിയ ഗ്രാന്റ് മിസ്യൂസ് ചെയ്തു. അപ്പൊ ഇതിന് വേറെയും തെളിവുകളുണ്ട്. CAG തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്റേണൽ ഓഡിറ്റിംഗ് കേരളത്തിൽ ഇല്ല. കാര്യം അതായത് CAG ആവശ്യപ്പെടുമ്പോഴാണ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ് ഓഡിറ്റേഴ്സ്, ഇന്റേണൽ ഓഡിറ്റേഴ്സ് ഓഡിറ്റിങ്ങിന് ഓരോ വകുപ്പിലും എത്തുന്നത്. അങ്ങനെ എത്തുമ്പോൾ തന്നെ വകുപ്പുകൾ നിരുത്സാഹപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് വകുപ്പുകൾ? എന്താണ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ ഓരോ വകുപ്പിലും ഓരോ നിർദ്ദിഷ്ട പദ്ധതിക്കും വേണ്ടി ചെലവഴിക്കുന്ന ഫണ്ട്, നീക്കി വെച്ചിരിക്കുന്ന ഫണ്ട് ആ പദ്ധതിക്ക് വേണ്ടി ചെലവഴിച്ചോ, വേണ്ട രീതിയിൽ അത് ചെലവഴിച്ചിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കലാണ് ഓഡിറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ഓഡിറ്റിംഗ് നടത്താൻ വേണ്ടി ഓഡിറ്റേഴ്സ് എത്തുമ്പോൾ വകുപ്പുകൾ നിരുത്സാഹപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് നാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അവിടെ കൃത്യമായിട്ട് ഫണ്ട് യൂട്ടിലൈസേഷൻ നടന്നിട്ടില്ല. അതുകൊണ്ടാണ് അക്കാര്യം CAG അറിയരുത്, അക്കാര്യം കേന്ദ്ര ഗവൺമെന്റ് അറിയരുത്. അങ്ങനെ വക്രബുദ്ധിയോടുകൂടി, അതായത് മിസ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് നടക്കുന്നത് കൊണ്ടാണ് ഓഡിറ്റേഴ്സിനെ ഓഡിറ്റിങ്ങിന് അനുവദിക്കാതിരിക്കുന്നത്. ഇത് ഓഡിറ്റേഴ്സ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, പരസ്യമായി അംഗീകരിക്കുന്ന കാര്യമാണ്. അങ്ങനെ വകമാറ്റി ചെലവഴിക്കൽ ഒരു സാധാരണ സ്വഭാവമായി, ഗവൺമെന്റിന്റെ മുഖഭാവമായി തീർന്നിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഗ്രാന്റ് ഇൻ എയ്ഡ് എന്ന് പറയുന്നത് അവകാശമാണ്, ഔദാര്യമല്ല എന്ന് ആരെയും ചിരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു പരസ്യ വിമർശനം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ മുഖ്യമന്ത്രി നമ്മളെയാണ് നല്ല രീതികൾ പഠിപ്പിക്കേണ്ടത്, ജനങ്ങളെയാണ്. അതുപോലെ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരെയാണ് നല്ല രീതികൾ പഠിപ്പിക്കേണ്ടത്. അത് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്? കൃത്യമായി ഫണ്ട് കിട്ടിയാൽ അത് വേണ്ടത്ര ശുഷ്കാന്തിയോടുകൂടി വേണ്ട പദ്ധതിയിൽ, ഉദ്ദിഷ്ട പദ്ധതിയിൽ ചെലവഴിച്ച്
അതിൻ്റെ ഫലസിദ്ധി നേടുക. ഫലസിദ്ധി നേടിയിട്ട് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി അടുത്ത ഗഡു, അതിനടുത്ത ഗഡു, അതുപോലെ ഫണ്ട് മുഴുവനും ഗ്രാൻഡ് ഇൻ എയ്ഡ് മുഴുവനും നമ്മുടെ അവകാശമാണ്. അത് നേടിയെടുക്കണം, അത് ചെലവഴിക്കണം.